കുട്ടികൾക്ക് അന്നപ്രാശം അഥവാ ചോറൂണ് കൊടുക്കുന്നതിൽ ഏവർക്കും സംശയം വരുന്ന ഒരു കാര്യങ്ങളുണ്ട്. എപ്പോൾ കൊടുക്കണമെന്നുള്ളത്, അതായത് ഏത് മാസം കൊടുക്കണമെന്നുള്ളത്. ഇപ്പം നമ്മുടെ ആലപ്പുഴ അങ്ങനെയുള്ള കൊല്ലം ജില്ലകളിലൊക്കെ കണ്ടുവരുന്നത് ആൺകുട്ടികൾക്ക് 5-ാം മാസവും പെൺകുട്ടികൾക്ക് 6-ാം മാസവും ചോറ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ശരിക്കും ഇതിൽ ശാസ്ത്രീയമായിട്ടോ വിശ്വാസത്തിൻ്റെ പരമായിട്ടോ ജ്യോതിഷപരമായിട്ടോ യാതൊരു ധാരണയില്ലാതെയാണ് വെറും വായ്മൊഴിയിലൂടെയുള്ള ഒരു രീതിയാണ് ഈ 5-ാം മാസത്തെ ആൺകുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളത്. ആരോ തുടങ്ങി വെച്ച ഒരു തെറ്റിനെ ഏറ്റുപിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണുമല്ലോ. തെറ്റാണ് നമ്മൾ കൂടുതൽ അനുവർത്തിച്ചു പോരുന്ന പല കാര്യങ്ങളിലും. ശരിയായ അവസ്ഥ അറിയാൻ പാടില്ലാത്തവർ തനിക്കറിയാം എന്ന രീതിയിൽ തെറ്റ് പറഞ്ഞു കൊടുക്കുകയും അത് പിന്നീട് ആവർത്തിക്കപ്പെടുകയും അങ്ങനെയാണ് ഈ 5-ാം മാസത്തെ രീതി വന്നിരിക്കുന്നത് തന്നെ. ശരിക്കും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 6-ാം മാസം തന്നെയാണ് അന്നപ്രാശം അഥവാ ചോറൂണ് നടത്തേണ്ടത്. അത് 6-ാം മാസം തുടക്കത്തിലോ മധ്യത്തിലോ എപ്പോഴാണോ ആകാം. ശരിക്കും 5-7 മാസങ്ങൾ ചോറൂണിന് നിഷിദ്ധമായ മാസങ്ങളാണ്. ഏത് കുട്ടികൾക്കായാലും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. ലോകാരോഗ്യ സംഘടന പോലും 6 മാസം കഴിഞ്ഞ് പാലല്ലാതെ മറ്റെന്ത് ആഹാരസാധനങ്ങളും കൊടുത്തു തുടങ്ങാവുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു സംശയം വരുന്നതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സമയം കുറിപ്പിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും ആ സമയത്തിനനുസരിച്ച് നമുക്ക് ചോറൂണ് കൊടുക്കാൻ പറ്റണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ ചോറൂണ് കൊടുക്കുക എന്ന് പറഞ്ഞത് അമ്പലത്തിലെ പൂജ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെ നിവേദ്യം കഴിഞ്ഞിട്ടായിരിക്കും. മറ്റ് ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ അനുസരിച്ചിട്ടാണ് അത് വരുന്നത്. അങ്ങനൊരു കാര്യം ഉണ്ടായിരിക്കത്തില്ല. പൂജയ്ക്ക് മുമ്പോ പിൻപോ ഒക്കെ കൊടുക്കാം, പൂജ സമയത്ത് കൊടുക്കത്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ചോറൂണ് നടത്തിയിരിക്കുന്നത് ആദ്യം നടത്താൻ ഉദ്ദേശിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ ദേവി ക്ഷേത്രമാണ്, അവിടെ നിവേദ്യം കഴിഞ്ഞിട്ടേ ഊണ് കൊടുക്കാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആലപ്പുഴയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് നമ്മൾ സമയം 9-നും 9:30 കിടക്കാമെന്ന് ആ കുറച്ച് സമയപ്രകാരം കൊടുത്തത്. അതിനുശേഷം നേരെ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെയും കൊടുത്തു. ഒരു ദിവസം തന്നെ 2 സ്ഥലത്ത് കൊടുത്തു. അപ്പം നമ്മൾ സമയം കുറിക്കുന്നത് എപ്പോഴും ആദ്യം കൊടുക്കുന്ന ചോറിന് മാത്രം സമയം നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ചോറിന് ഒന്നും സമയം നോക്കേണ്ട ആവശ്യമില്ല. ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന് ഏത് സമയത്തും അവിടുത്തെ സൗകര്യപ്രദമായ സമയത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ചോറുകൊണ്ട് ആദ്യം തീർത്ഥം തരും. തീർത്ഥം സേവിച്ചതിന് ശേഷം, കുട്ടിക്ക് തീർത്ഥം കൊടുത്തതിന് ശേഷം നമ്മൾ ചന്ദനം തൊടിയിക്കും. അതിനുശേഷം കുട്ടിക്ക് ചോറ് കൊടുക്കും. അപ്പം നല്ലപോലെ ചോറ് ഞെരടി വേണം കൊടുക്കാൻ. പിന്നെ ചോറിൻ്റെ കൂടെ ഉപ്പുണ്ടാകും, പിന്നെ മധുരം ഉണ്ടാകും. ഇത് 3 കൂടെ കുഴച്ച് കൊടുക്കുന്ന രീതിയുണ്ട്, നല്ലതായിട്ട് കുഴച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. അതുകൂടാതെ ഓരോന്ന് കൊടുക്കുന്നുണ്ട്. ചോറും മധുരവും ആയിട്ട് മറ്റു ക്ഷേത്രങ്ങളിൽ, ഞാൻ രണ്ടാമതുള്ള ക്ഷേത്രത്തിൽ ചോറും മധുരമായിരുന്നുള്ള, ഉപ്പില്ലായിരുന്നു. ചോറും മധുരമാണ് കൊടുത്തത്. അപ്പം ഓരോ ക്ഷേത്രങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 ഐറ്റമാണ്: ഉപ്പില്ലാത്ത ചോറ്, പിന്നെ ഉപ്പുള്ളത്, അല്ലെങ്കിൽ ഒരു ചോറിൻ്റെ കൂടെ ഉപ്പും കൂട്ടി കൊടുക്കും, പിന്നെ മധുരമുള്ളത്. കൂടുതലും ശർക്കരയാണ് വരുന്നത്, ശർക്കര പായസമായിരിക്കും. ഇങ്ങനെ 3 ഐറ്റമാണ് എല്ലായിടത്തും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സൗകര്യപ്രകാരം നമുക്ക് ഈ സമയം തന്നെ കൊടുക്കുന്നുണ്ട്. വീടുകളിൽ തയ്യാറാക്കി വിളക്കെത്തിച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് നമ്മൾ നേർച്ചയൊക്കെ ഉള്ള അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ കൊണ്ട് നമുക്ക് അവിടുത്തെ ക്ഷേത്രത്തിലെ സൗകര്യപ്രദമായ സമയം അനുസരിച്ചും കൊടുക്കാവുന്നതാണ്.
ആദ്യം നോക്കുമ്പോൾ മാത്രം നമ്മൾ ആദ്യം കൊടുക്കുന്നതിന് മാത്രം സമയം കുറിപ്പിക്കുക.